ഇനി ശബ്ദവേഗം എന്ന ടോപ്പിക്കാണ് പറയുന്നത് അല്ലെ. നോക്കിക്കോളൂ, ശബ്ദത്തിനൊരു വേഗമുണ്ട്. ഇത് വ്യത്യസ്ത പദാർത്ഥങ്ങളിൽ വ്യത്യസ്ത വേഗത്തിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ, ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുള്ള വിവിധ മാധ്യമങ്ങളും അവയിലെ ശബ്ദവേഗവും കൊടുത്തിട്ടുണ്ട്. ഇവ 25 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള ഉണ്ടാകുമ്പോഴുള്ള ശബ്ദവേഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ, എല്ലാ മാധ്യമങ്ങളിലൂടെയും ഒരേ വേഗത്തിലല്ല ശബ്ദം സഞ്ചരിക്കുന്നത്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളിലൂടെയാണ് അല്ലെ. കണ്ടോ, കൂടുതൽ വേഗം കാണുന്നുണ്ട് അല്ലെ. ശബ്ദം ഏറ്റവും കുറവ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളിലാണ്. ഓക്കെ, ഖരാവസ്ഥ, വാതകാവസ്ഥ. വ്യത്യസ്ത മാധ്യമങ്ങളിൽ ശബ്ദവേഗം വ്യത്യസ്തമാണെന്ന് മനസ്സിലായല്ലോ. മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ അവയിലൂടെയുള്ള ശബ്ദവേഗത്തിനും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം 25 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഉണ്ടാകുമ്പോഴുള്ള ശബ്ദവേഗമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. താപനില കൂടുമ്പോൾ ശബ്ദവേഗം കൂടുകയാണ് ചെയ്യുന്നത്. താപനില കൂടിയാൽ ആ പദാർത്ഥത്തിലൂടെയുള്ള ശബ്ദവേഗം, ആ മാധ്യമത്തിലൂടെയുള്ള ശബ്ദവേഗം കൂടുന്നു. ഒരു ചോദ്യമാണ്, രാത്രിയിൽ പടക്കം പൊട്ടുമ്പോഴുണ്ടായ വെളിച്ചം കണ്ട് 3 സെക്കൻഡിന് ശേഷം അതിന്റെ ശബ്ദം കേട്ടുവെങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലെയായിരിക്കും? ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വായുവിലെ പ്രകാശവേഗം വളരെ കൂടുതലാണ്. 3 ഗുണിക്കണം 10 ഘാതം 8 മീറ്റർ പെർ സെക്കൻഡ്, അതായത് 3 കഴിഞ്ഞ് 8 പൂജ്യം എഴുതിയ സംഖ്യക്ക് തുല്യമായ വേഗത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അതിനാൽ പടക്കം പൊട്ടുന്ന സന്ദർഭത്തിൽ തന്നെ അതിന്റെ വെളിച്ചം അകലെ നിൽക്കുന്ന ആൾക്ക് കാണുവാൻ കഴിയും അല്ലെ. അത്രയും വേഗം എത്തുന്നു. അതുകൊണ്ട് പടക്കം പൊട്ടുന്ന സമയത്ത് തന്നെ നമുക്കത് കാണാൻ കഴിയുന്നു എന്ന രീതിയിൽ നമുക്ക് സങ്കല്പിക്കാം. എന്നാൽ വായുവിലെ ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് മാത്രമാണ് അല്ലെ. ഇതിനോട് താരതമ്യം ചെയ്യുമ്പോൾ വായുവിലെ ശബ്ദവേഗം വളരെ കുറവാണ്. ഓക്കെ, വളരെ കുറവാണ് എന്ന് വെച്ചാൽ പ്രകാശവേഗത്തോട് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പ്രകാശവേഗം, ഓക്കെ, അതിപ്പോ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ശബ്ദവേഗം തന്നിട്ടുണ്ട്, കൂടാതെ സമയവും തന്നിട്ടുണ്ട് അല്ലെ, 3 സെക്കൻഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശബ്ദം സഞ്ചരിച്ച ദൂരം നമുക്ക് കണക്കാക്കാം. നമുക്കറിയാം, വേഗം ഈസ് ഈക്വൽ ടു ദൂരം ഹരിക്കണം സമയമാണ്. അങ്ങനെയാണെങ്കിൽ ദൂരം എന്നത് വേഗം ഗുണിക്കണം സമയമാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്, ശബ്ദവേഗം ഗുണിക്കണം സമയമാണ്. 350 മീറ്റർ പെർ സെക്കൻഡ് ഗുണിക്കണം 3 സെക്കൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും 1050 മീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? പല സന്ദർഭങ്ങളിലും മിന്നൽ കണ്ട് അല്പസമയം കഴിഞ്ഞ് മാത്രം ഇടിനാദം കേൾക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ കാരണം തന്നെയാണ്. വായുവിലെ ശബ്ദവേഗം പ്രകാശവേഗത്തേക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മിന്നൽ കണ്ട് അല്പസമയത്തിന് ശേഷം മാത്രം ഇടിനാദം കേൾക്കുന്നത്. ഇവിടെ 3 ഗുണിക്കണം 10 ഘാതം 8 മീറ്റർ പെർ സെക്കൻഡ് എന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. 10 ഘാതം 8 മീറ്റർ പെർ സെക്കൻഡ് എന്നുണ്ട്. ഓക്കെ, അതായത് 3 കഴിഞ്ഞ് 8 പൂജ്യം എഴുതണം. ഓക്കെ, ശബ്ദ സ്രോതസ്സും മാധ്യമവും ഉണ്ടായാൽ മാത്രം ശബ്ദം കേൾക്കാൻ കഴിയുമോ? ഇല്ല അല്ലെ. നമുക്ക് കേൾവി ശക്തി എന്നൊരു പ്രത്യേകത കൂടി വേണം ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെവിയും ശ്രവണവും എന്ന ടോപ്പിക്കാണ്. എങ്ങനെയാണ് ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? അതിന് നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയം ഏതാണ്? ചെവിയാണ് അല്ലെ. ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. 2 അഗ്രവും മുറിച്ചു മാറ്റിയ പ്ലാസ്റ്റിക് ബോട്ടിൽ, അതിന്റെ ഏതെങ്കിലും ഒരു അഗ്രത്തിൽ പൊട്ടിയ ബലൂൺ ഡയഫ്രം ആക്കിയിട്ട് ഉറപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ബലൂൺ വലിച്ചു കെട്ടി വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബോട്ടിലിന് ചുറ്റും ഡയഫ്രത്തിന് മുകളിലായി 2 സെന്റിമീറ്റർ ഉയരമുള്ള സുതാര്യമായ അരിക് ക്രമീകരിക്കുക. ഡയഫ്രത്തിന്മേൽ കടുകുമണികൾ ഇടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തുറന്ന ഭാഗത്തിലൂടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മുകളിൽ ഡയഫ്രം കമ്പനം ചെയ്യുകയും അതിന് മുകളിൽ വെച്ചിട്ടുള്ള കടുകുമണികൾ കമ്പനം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതാണ് പറഞ്ഞിട്ടുള്ളത്, ഡയഫ്രത്തിൽ ശബ്ദം തട്ടുന്ന വിധത്തിൽ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് കടുകുമണികൾ നിരീക്ഷിച്ചാൽ കടുകുമണികൾ മുകളിലേക്കും താഴേക്കുമായിട്ട് ചലിക്കുന്നതായിട്ട് കാണാം. കടുകുമണികൾ ചലിച്ചത് ഡയഫ്രം കമ്പനം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. ഡയഫ്രം കമ്പനം ചെയ്യുമ്പോൾ, വലിച്ചു കെട്ടിയ ബലൂൺ കമ്പനം ചെയ്യുമ്പോൾ കടുകുമണികളും കമ്പനം ചെയ്യുന്നു. ചെവിയിലും ഇത്തരത്തിൽ കമ്പനം ചെയ്യാൻ സാധിക്കുന്ന കർണപുടം
ടിംബാനം എന്ന ഭാഗമുണ്ട്. ഓക്കെ, ടിംബാനം എന്ന ഭാഗമുണ്ട്, ഡയഫ്രം പോലെ. ഓക്കെ, ടിംബാനം എന്ന ഭാഗമുണ്ട്. കമ്പനം ചെയ്യുന്ന വസ്തു അതിന്റെ ചുറ്റുമുള്ള വായുവിൽ ദ്രുതഗതിയിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ കൈകൊണ്ട് ഈ സ്ലിംഗിയിൽ മുന്നോട്ട് പിന്നോട്ടുമായിട്ട് ചലിപ്പിക്കുമ്പോൾ ശൃംഖലയിലുള്ള ആ തരംഗ ചലനം ഒന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെ ചില ഭാഗങ്ങൾ അടുത്തും ചില ഭാഗങ്ങൾ അകലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ സഞ്ചാരവും. കണ്ടോളൂ, ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഈ കമ്പനം ചെയ്യുന്ന വസ്തു അതിന്റെ ചുറ്റുമുള്ള വായുവിൽ ദ്രുതഗതിയിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ ഇതിന് ചുറ്റുമുള്ള വായുവിൽ ദ്രുതഗതിയിൽ വേഗം തന്നെ എന്താണ് മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ചില ഭാഗത്തുള്ള വായു അടുത്തും ചില ഭാഗത്തുള്ള വായു അകലുകയും ചെയ്യുന്നു. ഓക്കെ, ആ ശൃംഖലയോടുള്ള തരംഗചലനം കണ്ടതുപോലെ ഈ മർദ്ദ വ്യതിയാനങ്ങൾ മാധ്യമത്തിലൂടെ സഞ്ചരിച്ച് കർണപുടത്തെ കമ്പനത്തിന് വിധേയമാക്കുന്നു. കർണപുടം ആന്തരകർണത്തിലേക്ക് കമ്പനങ്ങൾ അയക്കുന്നു. അവിടെ നിന്ന് സിഗ്നലുകൾ തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം അനുഭവവേദ്യമാകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ഭാഗത്ത് മർദ്ദം കൂടിയും നമ്മൾ ശൃംഖലയിൽ കണ്ടിരുന്നല്ലോ, ചില ഭാഗം അടുത്തും ചില ഭാഗം അകന്നും കാണപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വായുവിൽ മർദ്ദം കൂടിയ മേഖലയെ കംപ്രഷൻസ് എന്നും സി എന്ന് സൂചിപ്പിക്കാം. മർദ്ദം കുറഞ്ഞ മേഖലയെ റെയർഫാക്ഷൻസ് ആർ എന്ന് സൂചിപ്പിക്കാം എന്നും പറയുന്നു. ഓക്കെ, ശബ്ദം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ശബ്ദ സ്രോതസ്, മാധ്യമം, ശ്രവണേന്ദ്രിയം എന്നീ 3 ഘടകങ്ങൾ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ശബ്ദം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ എന്തിന്റെയൊക്കെ ആവശ്യകതയുണ്ട്? ശബ്ദ സ്രോതസ്, മാധ്യമം, ശ്രവണേന്ദ്രിയം. കേൾവി ശക്തി ഇല്ലാത്തവരുടെ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കേൾവി അന്യരായവർ സമൂഹത്തിന് അന്യരല്ല. മാർച്ച് 3 ലോക ശ്രവണ ദിനാചരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ശ്രദ്ധിച്ചല്ലോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ? ലോക ശ്രവണ ദിനാചരണം എപ്പോഴാണ്? മാർച്ച് 3. ഓക്കെ, ജന്മനാ തന്നെയോ പിന്നീടോ ശ്രവണേന്ദ്രിയത്തിന് തകരാറുകൾ സംഭവിക്കാം. അത്തരം ആളുകൾക്ക് കേൾവി ശക്തി കുറഞ്ഞതുകൊണ്ട് ധാരാളം വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ആശയവിനിമയത്തിന് തടസ്സം നേരിടുന്നു, അപകട സാധ്യതയേറുന്നു അല്ലെ? പലപ്പോഴും വാഹനങ്ങളുടെയൊക്കെ ശബ്ദം ഇവർക്ക് കേൾക്കുന്നില്ലല്ലോ, അപ്പോൾ അത് അപകട സാധ്യത ഉണ്ടാക്കുന്നു. പിന്നെയോ സംസാരശേഷി സ്വായത്തമാക്കാനുള്ള പ്രയാസം, അതായത് ജന്മന കേൾവി ശക്തി നേരിടുന്നവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ? കാരണം അവർക്ക് ശബ്ദം കേൾക്കുന്നില്ല. കേൾവി ശക്തി കുറഞ്ഞവരോട് സ്വീകരിക്കേണ്ട സമീപനം എപ്രകാരമായിരിക്കണം? സഹഭാവത്തോടെ പെരുമാറണം, എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിത്തവും പരിഗണനയും നൽകണം, പിന്നെ അവരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നവ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പമാർന്ന സംഗീതം ലോകത്തെ കേൾപ്പിച്ച ബീഥോവൻ പ്രതികൂല ജീവിതാവസ്ഥകളിൽ പതറാതെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും കഠിനാധ്വാനവും കൊണ്ട് ജീവിതത്തിൽ മഹാവിജയം നേടാൻ കഴിയുമെന്ന് തെളിയിച്ച ഹെലൻ കെല്ലർ തുടങ്ങി അനേക മഹത് വ്യക്തികൾ ശ്രവണ തകരാറുകളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയവരാണ്. ഓക്കെ, നിങ്ങളിവിടെ അധിക വായനക്ക് കൊടുത്തിരിക്കുന്നവയൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഓഡിയോമീറ്റർ ഉപയോഗിച്ചുള്ള കേൾവി പരിശോധനയിലൂടെ കേൾവിക്കുറവ് കണ്ടെത്താൻ കഴിയും. ഓക്കെ, കേൾവിക്കുറവ് കണ്ടെത്താൻ കഴിയും. കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി, ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. ഓക്കെ, അതിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിൽ പലരും ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? കേൾവി പരിശോധനയെ കുറിച്ച് ഒരു ഓഡിയോളജിസ്റ്റുമായി അഭിമുഖം നടത്തി ലഭിച്ച വിവരങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? ചെവിയുടെ സംരക്ഷണം. ചെവിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഇടുന്നത് വലിയ അപകടമാണ്. കർണപുടം പൊട്ടിപ്പോകാനും കേൾവി ശക്തി നഷ്ടപ്പെടാനും കാരണമായേക്കാം. ഏതെങ്കിലും രീതിയിലുള്ള മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഘടനയുടെ പ്രത്യേകത മൂലം മുറിവ് ഉണങ്ങി വരാൻ പ്രയാസമാകും. ഇത് അണുബാധയ്ക്ക് ഇടയാവുകയും കേൾവി ശക്തിയെ ബാധിക്കുകയും ചെയ്തേക്കാം. ചെവി പരിചരണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് ഇത് തന്നെയാണ് അല്ലെ? ചെവിക്കുള്ളിൽ അന്യവസ്തുക്കൾ കടത്തരുത്. പിന്നെയോ ഉയർന്ന ശബ്ദങ്ങൾ കൂടുതലായി കേൾക്കരുത്. ഇയർഫോൺ ഉയർന്ന ശബ്ദത്തിൽ കൂടുതലായിട്ട് ചെവിയിൽ ഉപയോഗിക്കരുത്. ഓക്കെ,
ട്രാഫിക് പോയിന്റിലെ ശബ്ദം അരോചകമായി തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? സംഗീതവും ഒച്ചയും എന്ന ടോപ്പിക്കാണ് അടുത്തത് അല്ലെ. ഒച്ച എന്ന് വെച്ചാൽ ഇത്തരം അരോചകമായ ശബ്ദത്തെയാണ് ഒച്ച എന്ന് പറയുന്നത്. നമുക്ക് അതിനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുണ്ട്. സംഗീത ക്ലാസ്സിൽ കേൾക്കുന്ന ശ്രുതിമധുരമായ ശബ്ദവും ട്രാഫിക് പോയിന്റിലെ ശബ്ദവും താരതമ്യം ചെയ്തു നോക്കൂ. ഏത് ശബ്ദമാണ് കേൾക്കാൻ ഇമ്പമുള്ളത്? ചിരട്ട വീണയിൽ നിന്ന് ഇമ്പമാർന്ന സംഗീതം കേൾക്കാൻ കഴിയുമല്ലോ. ചിരട്ട കല്ലിൽ ഉരസി ശബ്ദം ശ്രവിച്ചു നോക്കൂ അല്ലെ, ശബ്ദത്തിൽ വ്യത്യാസം വന്നു. പക്ഷെ ചിരട്ട വീണയിൽ നിന്ന് ഇമ്പമാർന്ന സംഗീതം കേൾക്കാൻ കഴിയുന്നു. രണ്ട് സന്ദർഭങ്ങളിലെയും ശബ്ദം താരതമ്യം ചെയ്യൂ. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെ സംഗീതം എന്നും, ക്രമരഹിതമായ അല്ലെ തോന്നിയ പോലെ എന്നൊക്കെ പറയാം, ക്രമരഹിതമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതും അരോചകവുമായ ശബ്ദത്തെ ഒച്ച എന്നും പറയുന്നു അല്ലെ. സംഗീതം പോലും ഒച്ചയായി അനുഭവപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പരിധിക്കപ്പുറം ഉച്ചത്തിലുള്ള ശബ്ദം അരോചകമായി തോന്നാറില്ലേ? അതായത് സംഗീതം പോലും ഒരു പരിധിക്കപ്പുറം ശബ്ദത്തിൽ വെച്ചാൽ നമുക്കത് ഒച്ചയായിട്ട് തോന്നും അല്ലെ, അരോചകമായിട്ട് തോന്നും. ഉച്ചത്തിലുള്ള ശബ്ദം ചെവിക്ക് ദോഷകരമാണ്. ശബ്ദ മലിനീകരണം ഗൗരവമേറിയ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് ശബ്ദ മലിനീകരണം. ഓക്കെ, അതായത് വായുമലിനീകരണം, ജലമലിനീകരണം എന്നൊക്കെ പറയുന്നത് പോലെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ് ശബ്ദ മലിനീകരണവും. ശബ്ദ മലിനീകരണം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും അല്ലെ, മനുഷ്യരെ മാത്രം പരിഗണിച്ചാൽ പോരാ, മറ്റു ജീവജാലങ്ങളെയും പരിഗണിക്കണം. ഇവയെ ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ അസഹ്യവും അസ്വസ്ഥത ഉളവാക്കുന്നതും അനാവശ്യവുമായ ശബ്ദ സൃഷ്ടിയാണ് ശബ്ദ മലിനീകരണം. എന്തൊക്കെയാണ് ശബ്ദ മലിനീകരണത്തിനുള്ള കാരണങ്ങൾ? വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണവും പ്രചാരണ സംവിധാനങ്ങളും കൂടാതെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുമ്പോഴുള്ള ശബ്ദമൊക്കെ ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നു അല്ലെ. ഒച്ച നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല മാനസികവും വൈകാരികവുമായ തലങ്ങളെയും ബാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ശബ്ദ മലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നവർ ആരൊക്കെയാണ്? ചെറിയ കുട്ടികളെയും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയൊക്കെ ശബ്ദ മലിനീകരണം കൂടുതലായിട്ട് ബാധിക്കുന്നു. ശബ്ദ മലിനീകരണം നിയന്ത്രിക്കേണ്ടതല്ലേ? ശബ്ദ മലിനീകരണം കുറക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ അത്തരം സൈറ്റുകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ എന്താണ്, അവരുടെ കേൾവി ശക്തിയെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ കേൾവി ശക്തിക്ക് തകരാറ് വരാത്ത രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ശബ്ദ മലിനീകരണം കുറയ്ക്കാം. ശബ്ദ മലിനീകരണത്തിന്റെ പ്രഭാവം കുറയ്ക്കുന്നതിനായി അവലംബിക്കുവാൻ കഴിയുന്ന ചില നടപടികൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഖനികളിലും നിർമ്മാണ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർ ചെവിയുടെ സംരക്ഷണത്തിനായി ഇയർ മഫ്സ് ഉപയോഗിക്കുക. കണ്ടോ, ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പവർ കൂടിയ യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ ഇവ പ്രവർത്തിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കർണ സംരക്ഷണത്തിനായി ഇയർ പ്ലഗ് പോലുള്ള ഉപാധികൾ ഉപയോഗിക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇയർ പ്ലഗ് ആണ് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇയർ മഫ്സ് ഇതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇയർ മഫ്സ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇയർ പ്ലഗ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെയോ വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കരുത്. വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക. ശബ്ദ മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വച്ചുപിടിപ്പിക്കുക. കാരണം മരങ്ങളും ചെടികളും ഒക്കെ ശബ്ദോർജ്ജത്തെ കുറച്ചൊക്കെ ആഗിരണം ചെയ്യുന്നുണ്ട്. രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. ആശുപത്രികൾ, കാരണം ഈ സമയം എന്ന് വെച്ചാൽ പൊതുവായിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് കേട്ടോ, അതാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, കോടതികൾ തുടങ്ങിയവയുടെ പരിസരത്ത് ഉച്ചത്തിലുള്ള ശബ്ദം ഒഴിവാക്കുക. പരിസര സൗഹൃദപരമായ ശബ്ദ ക്രമീകരണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടല്ലോ. പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും നല്ല വരദാനങ്ങളിൽ ഒന്നാണ് ഹൃദ്യമായ ശബ്ദം. ഇത് നമ്മുടെ വിനോദവേളകളെ സമ്പന്നമാക്കുന്നു. ചലച്ചിത്ര മേഖലയിലെ ലോകോത്തര ബഹുമതിയായ ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച ശബ്ദമിശ്രണത്തിലൂടെ
ബഹുമതിയായ ഓസ്കാർ പുരസ്കാരം മികച്ച ശബ്ദമിശ്രണത്തിലൂടെ ഇന്ത്യക്ക് നേടിത്തന്ന അതുല്യ പ്രതിഭയാണ് റസൂൽ പൂക്കുറ്റി. ഇദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള വിവരണം ഒന്ന് വായിച്ചു നോക്കുക. റസൂൽ പൂക്കുറ്റി നിത്യജീവിതത്തിൽ ശബ്ദശാസ്ത്രത്തിന്റെ ധാരാളം പ്രായോഗിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. ഇനി വിലയിരുത്താമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.